ഈ NCC ക്യാമ്പിലുണ്ടായ സംഘർഷത്തിൽ കളമശ്ശേരി BJP കൗൺസിലർക്കും SFI നേതാക്കൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും സംഘർഷമുണ്ടാക്കിയതിനും വനിതാ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസുണ്ടായിരിക്കുന്നത്. BJP കൗൺസിലർ പ്രമോദ് മൂന്നാം പ്രതിയാണ്. നവമി തുടരുന്നുണ്ട്. എന്താണ് നവമി ഈ കേസിന്റെ സാഹചര്യങ്ങൾ? ആർക്കൊക്കെ എതിരെയാണ് നടപടി? സജിത്ത്, ഇന്നലെ രാത്രി ഈ കോളേജിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ആശങ്കപ്പെട്ട് എത്തിയ രക്ഷിതാക്കളെ ഈ ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാൻ സമ്മതിച്ചിരുന്നില്ല. ആ സമയത്ത് അവിടെ ചെറിയൊരു സംഘർഷം ഉണ്ടാകുകയും ആ സംഭവ സ്ഥലത്ത് SFI നേതാവായിട്ടുള്ള വനിതാ നേതാവായിട്ടുള്ള ഭാഗ്യലക്ഷ്മിയും ആദർശ്, പ്രമോദ്, അതോടൊപ്പം തന്നെ ഒരു BJP കൗൺസിലർ ഉൾപ്പെടെയുള്ള കുറച്ച് നേതാക്കളൊക്കെ അവിടെ എത്തിയിരുന്നു. BJPയുടെയും CPMന്റെയും കുറച്ച് SFIയുടെയും നേതാക്കൾ അവിടെ എത്തിയിരുന്നു. അവിടെ എത്തുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികളോട് ഈ ഭാഗ്യലക്ഷ്മി, വനിതാ നേതാവായ ഭാഗ്യലക്ഷ്മി മോശമായി സംസാരിച്ചു. ഒപ്പം ഇവരുടെ റൂമുകളിൽ ഇവരുടെ അനുമതിയില്ലാതെ കടന്നു കയറാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടികൾ പോലീസിന് പരാതി നൽകിയത്. ഈ കുട്ടികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. SFI നേതാക്കളായ വനിതാ നേതാവ് ഭാഗ്യലക്ഷ്മിയാണ് ഒന്നാം പ്രതി, ആദർശും പ്രമോദും മറ്റ് പ്രതികളാണ്. അതോടൊപ്പം തന്നെ കളമശ്ശേരി BJP കൗൺസിലർ കൂടിയായ പ്രമോദാണ് മൂന്നാം പ്രതിയാക്കി ചേർത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും സംഘർഷമുണ്ടാക്കിയതിനുമാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധ വിഷയത്തിൽ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. അവിടെ സംഘർഷമുണ്ടായതിന് ഇപ്പോൾ അവിടെ എത്തിയ കൗൺസിലർക്കും ഒപ്പം വിദ്യാർത്ഥി നേതാക്കൾക്കുമെതിരെ കേസുണ്ടായി എന്നതാണ് സാഹചര്യം.